അതായത് നമ്മൾ ഈ സ്വാലിഹ്യങ്ങളെ പറ്റി പറയാന്ന് പറയല്ലോ. ശരിക്കും സ്വാലിഹ് എന്ന് പറഞ്ഞാൽ നമ്മളെ തൊട്ട് മുമ്പത്തെ തലമുറ നമ്മളെക്കാൾ ഒരുപാട് സ്വാലിഹായിരിക്കും. അത് കുറേ ആണ്ട് മേലേക്ക് പോകുന്നതിനനുസരിച്ച് സ്വലാഹിയത്തിൻ്റെ കതിർ വളരെ കൂടും. ഇപ്പോൾ സ്വാലിഹ്യങ്ങളെ പറയാന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊരു 10 മണി 9:30 മണിയൊക്കെ ആകുമ്പോൾ 10 മണിയൊക്കെ ആകുമ്പോൾ വെള്ളിയാഴ്ച ജുമഅക്ക് ചെല്ലും. ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു ജുമഅത്ത് പള്ളി ഉണ്ട്. ആദ്യം കൊളത്തൂർ വലിയ ജുമഅത്ത് പള്ളി എന്ന് പറഞ്ഞാൽ തറവാട് പള്ളിക്കാണ് ജുമഅക്ക് പോവുക. അപ്പോൾ ഒരു 10 മണിക്കൊക്കെ ജുമഅക്ക് ചെല്ലുമ്പോൾ ഔത്തപ്പള്ളി നിറയെ ആൾക്കാർ അൽക്കഫ് ഓതുണ്ടാവും, പുറത്തപ്പള്ളി നിറയെ ആൾക്കാർ അൽക്കഫ് ഓതുണ്ടാവും. എനിക്കൊക്കെ സ്ഥലം കിട്ടിയ ചെരുവിലാണ് 10 മണിക്ക് ചെന്നാൽ കേട്ടോ. നമ്മുടെ പള്ളികളിലൊക്കെ അൽക്കഫും സലാത്തും എന്നൊരു ഏടുണ്ടാവും. ഇപ്പോൾ ബർക്കത്തിന് അവിടെ ഇരിക്കുന്നുണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ പഴയ പള്ളികളിലൊക്കെ അൽക്കഫും സലാത്തും. അതെന്താ വെച്ചാൽ 3 അൽക്കഫ് ഓതി കഴിഞ്ഞിട്ട് അതിൻ്റെ ശേഷമുള്ള സലാത്തും ചൊല്ലും. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദിനാൽ വലഅ് ചെയ്യപ്പെട്ടിട്ടുള്ള ജംഅ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സലാത്താണ് അൽക്കഫും സലാത്തും എന്ന് പറഞ്ഞതിലെ ദലായിലുൽ ഖൈറാത്തിലെ ഹിസ്ബു യൗമുൽ ജുമുഅ എന്ന് പറഞ്ഞ വെള്ളിയാഴ്ചക്ക് വേണ്ടി കണക്കാക്കപ്പെട്ടുള്ള ഒരു സലാത്താണ് അൽക്കഫും സലാത്തും എന്ന് പറഞ്ഞാൽ ഏടിൻ്റെ പകുതിക്കെന്നാണ്ട് ഉണ്ടാകുക. 3 അൽക്കഫും പിന്നെ സ്വലാത്തും കഴിയുമ്പോത്തിനെ മുക്രിക്കാക്ക വാങ്ങി കൊടുക്കുള്ളൂ. ഇന്നിപ്പോൾ നമ്മളാണ്ട് ചെന്ന് മുസാഫിൻ്റെ എടുക്കുമ്പോത്തിന് മുക്രി വാങ്ങാൻ കൊടുക്കും. നമ്മളെ കുഴപ്പമല്ല, മൂപ്പരെ കുഴപ്പമാണ്, മൂപ്പർക്ക് നേരം വൈകിയിട്ട് എടുക്കാൻ പോകാൻ. അപ്പോൾ ഈ സ്വാലിഹ് എന്ന് പറഞ്ഞാൽ വല്ലാതെ മേപ്പോട്ടൊന്നും പോണ്ടി വരില്ല. സ്വാലിഹ്യങ്ങൾ പറഞ്ഞാൽ ഒരു 2 തലമുറ അപ്പുറത്തേക്കാണ് പറഞ്ഞാൽ തന്നെ ഓൽക്കൊരു വെള്ളിയാഴ്ചക്ക് വേണ്ടി ഒരുങ്ങാൻ ഒരാഴ്ച 7 ദിവസം സമയം ഉണ്ടായിരുന്നു. ഈ പിന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ചയുടെ ഒരുക്കം പറയുന്നുണ്ട്. വെള്ളിയാഴ്ച പള്ളിക്ക് പോകാൻ വേണ്ടി വസ്ത്രം അലക്കിയിട്ടതിൽ തുപ്പുകയും വെറ്റില മുറുക്കി തുപ്പുകയും അഴുക്കാക്കുകയും ചെയ്തത് പ്രകോപനത്തിന് മറ്റൊരു കാരണമായി എന്ന് പറയുന്നുണ്ട്. ഒരു തുടക്കം അങ്ങനെയായി നമ്മുടെ ഈ മുട്ടിച്ചിറ ശ്രോതാക്കന്മാരുടെ താരീഖിൽ പറയുന്നുണ്ട്. മമ്പറന്തങ്ങളുടെ സാന്നിധ്യം ഈ യുദ്ധത്തിൽ വളരെ പ്രധാനമാണ്. എല്ലാ വിഷയത്തിനും മമ്പർത്ത് തങ്ങളോട് അഭിപ്രായം ചോദിച്ചിട്ടായിരുന്നു പഴമക്കാരായ ആളുകൾ നീങ്ങിയിരുന്നത്. അത് പഴയ ആളുകളുടെ ഒരു രീതിയാണ്. പോലെ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ആരെങ്കിലും പറ്റാവുന്ന ഒരാളോട് അഭിപ്രായം ചോദിക്കും. ഇന്ന് നമ്മൾ നേരെ തിരിച്ചാണ്. നമുക്ക് ഒരാളെ അഭിപ്രായം പറഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യൂല തീരെ. അങ്ങനെയാണ്. ഒരാളെ അഭിപ്രായം പറഞ്ഞതോ ഒരാൾ നിർദ്ദേശം തരുന്നതോ ഒന്നും നമുക്ക് ഇഷ്ടമല്ല. അതേ സമയത്ത് പഴമക്കാരങ്ങനെയല്ല, അവർ എന്ത് വിഷയങ്ങൾക്കും അഭിപ്രായം ചോദിക്കും. അപ്പം ഇങ്ങനെ ഈ വെള്ളിയാഴ്ച ജുമഅക്ക് പോകാൻ വേണ്ടി വസ്ത്രം അലക്കിയിട്ടതിൽ മുറുക്കി തുപ്പുകയും വൃത്തികേടാക്കുകയും ചെയ്തതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ അക്കാലത്തെ ആളുകൾ മമ്പർത്ത് തങ്ങളെടുത്ത് പോയിട്ടുണ്ടായിരുന്നു. മമ്പർത്ത് തങ്ങൾ പാപ്പ റളിയല്ലാഹു അൻഹു നിങ്ങൾ ആരും പ്രകോപനം ഉണ്ടാക്കരുത് എന്നും സംയമനം പാലിക്കണം എന്നും പറയുകയും അങ്ങനെ സംയമനം പാലിച്ച് നിൽക്കുകയും ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഈ കേസും കുലുമാലും ഉണ്ടാകുന്നതും അതുമായി ബന്ധപ്പെട്ട് അന്വേഷണമില്ലാതെ ഹാജരാകാൻ വേണ്ടിയുള്ള ഓർഡർ വരുന്നതും ഹാജരായാൽ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള മുൻധാരണ ഉണ്ടാകുന്നതും. അങ്ങനെ ശ്രോതാക്കന്മാർ അതേമാതിരി 2ാം പ്രാവശ്യം ഉണ്ടാകുന്നുണ്ട്. അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ അങ്ങനെ മുൻഗാമികളെ കുറിച്ച് സജ്ജനങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. അപ്പം അങ്ങനെ അത് മേലേക്ക് 150 കൊല്ലമൊക്കെ കഴിയുമ്പോൾ അന്നത്തെ സ്വാലിഹ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തുള്ള ആൾക്കാരാണ്. പോലെ നോമ്പ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ് സംഗതി. നമ്മൾ ഒരു 3 തലമുറ അപ്പുറത്തേക്ക് എടുത്താൽ തന്നെ സ്വലാഹിയത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കാം. 4ാമത്തെ ആള് ഞാൻ പറഞ്ഞു കൈതകത്ത് പതിയിൽ മൊയ്തീൻ കുട്ടി എന്ന് പറയുന്ന ആള്. 5ാമത്തെ ആള് റളിയല്ലാഹു അൻഹു കൈതകത്ത് എണ്ണക്കാട്ട് മായും കുട്ടി എന്ന് പറയുന്ന ആള്. 6ാമത്തേത് കൈതകത്ത് പതിയിൽ വലിയ കുഞ്ഞാലൻ എന്ന് പറയുന്ന ആള്. ഈ വലിയ കുഞ്ഞാലൻ ചെറിയ കുഞ്ഞാലൻ അങ്ങനെ ആയത് ഈ പഴയ ആൾക്കാരുടെ ഓരോ പേരിന്റെ രീതി ഇതിന്റെ കൂട്ടത്തിൽ പറയാം. മുമ്പൊക്കെ ഒരു 10 വീട് ഇങ്ങനെ എടുത്താലേ, ഒരു 10 പേരെങ്ങനെയുണ്ട് ചുറ്റളവിൽ എടുത്താലേ അതിൽ ഒരാളെ പേര് മുഹമ്മദ് ഉണ്ടാവും. ചിലപ്പോൾ അതൊന്നിങ്ങനെ ശരിയാക്കിയിട്ട് മഹമ്മദ് എന്നാക്കിയിട്ടുണ്ടാവും, മയമി എന്നാക്കിയിട്ടുണ്ടാവും, കുഞ്ഞഹമ്മദ് എന്നാക്കിയിട്ടുണ്ടാവും, അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ടുണ്ടാവും. അസുലൊന്നാണ്. വലിയ മുഹമ്മദിൻ്റെ അവിടുക്കാണ്ട് എത്തൂലാന്ന് തോന്നുമ്പോൾ വല്യപ്പൊന്നും ചെറുതാക്കിയിടുന്നതാണ് കുഞ്ഞഹമ്മദ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ പേരുകളിലൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ മൊയ്തുണ്ടാവും, മീതി ഉണ്ടാവും, മീതിയും കുട്ടി ഉണ്ടാവും. ഞാൻ അവർക്ക് പിന്നെ ലക്ഷദ്വീപ് ചെന്ന സമയത്ത് അവിടെ നമ്മൾ ലക്ഷദ്വീപ് ചെന്നാൽ പോലീസ് ഓഫീസിൽ ചെന്നിട്ട് SIൻ്റെ മുമ്പിൽ ഒരു ഒപ്പിട്ട് കൊടുക്കണം. അപ്പം അങ്ങനെ ചെന്നപ്പോൾ പിന്നെ SIനോട് പേരെന്താന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു പേര് കോയക്കിടാവ് എന്നാണ് പറഞ്ഞു. നമ്മളെ നാട്ടിലെ കോയക്കുട്ടിയാണ് സംഭവം. അവിടെ എത്തിയപ്പോൾ കോയക്കിടാവായതാണ്.
ഇങ്ങനെയൊക്കെയുള്ള മലയാളീകരിക്കുമ്പോഴുള്ള വ്യത്യാസം. ഈ വലിയ അഹമ്മദ് റളിയല്ലാഹു അൻഹു, വലിയ കുഞ്ഞാലൻ അത് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നതാണ്. ഏഴാമത്തത് കൈതകത്ത് മമ്പുറത്തെ ഓടക്കടവത്ത് വലിയകത്ത് മൊയ്തീൻ കുട്ടി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ആള്. എട്ടാമത്തത് മുട്ടിച്ചിറക്കൽ കുഞ്ഞാപ്പ എന്ന് പറയുന്ന ആള്. ഒമ്പതാമത്തത് തൊപ്പിയിട്ട മുഹമ്മദ് എന്ന് പറയുന്ന ആള്. പത്താമത്തത് നായന്നൂർ മൊയ്തീൻ എന്ന് പറയുന്ന ആള്. 11ാമത്തെ ഒരാള് പേരറിയാത്ത ഒരാൾ എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. അവർ കാട്ടിപ്പരുത്തി ഗുരുക്കന്മാരിൽ നിന്ന് വന്ന ഒരു കുട്ടിയായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. പേരറിയില്ല. ഈ യോദ്ധാക്കൾ പള്ളിയിൽ ഉള്ള സമയത്ത് പുറത്തുനിന്ന് ഒരുപാട് ആളുകൾ വന്നു ചേർന്നിട്ടുണ്ട് എന്ന് പൊതുവെ ബ്രിട്ടീഷുകാർക്ക് ഒരു അഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പുറത്തുനിന്ന് അങ്ങനെ കൂടുതൽ ആളൊന്നും വന്നിട്ടില്ല. ഈ ഒരാൾ പുറത്തുനിന്ന് വന്ന ആളാണെന്ന് പറയുന്നുണ്ട്. കാട്ടിപ്പരുത്തി ഗുരുക്കന്മാരിൽപ്പെട്ട അവർ നൽകിയ പരിശീലനങ്ങൾ യുദ്ധത്തിന് കുറെ ഉപകാരം ചെയ്തിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരനായ ഒരു കുട്ടിയായിരുന്നു, അതുകൊണ്ടാണ് പേരറിയാതെ പോയത് എന്നതാണ്. എന്തായാലും ശുഹദാക്കന്മാരുടെ കൂട്ടത്തിൽ അദ്ദേഹം ഉൾപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ 11 ആളുകൾ ഈ യുദ്ധം കഴിഞ്ഞപ്പോൾ ഷഹീദായപ്പോൾ ഈ ബ്രിട്ടീഷുകാർക്കറിയാം ഇവരുടെ ജനാസ ആളുകൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത സ്ഥലത്തേക്ക് മാറ്റിയില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വലിയൊരു സമൂഹം ഉയർത്തെഴുന്നേൽക്കുമെന്ന്. നമ്മൾ പല മരണങ്ങളും പരിശോധിച്ചാൽ കാണാൻ പറ്റും. ചില ആളുകളൊക്കെ മരണപ്പെട്ടതിന് ശേഷം കടലിൽ കെട്ടി തൂക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ പേര് ഞാൻ പറയണില്ല. വലിയ വലിയ മരണങ്ങളൊക്കെ പരിശോധിച്ചാൽ കപ്പലിൽ കൊണ്ടുപോകുന്നു, മയ്യത്ത് എവിടെ മറവ് ചെയ്തതെന്ന് അറിയില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അതായത് ജനാസ മറവ് ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട് വലിയൊരു സമൂഹം പിന്നീട് ഉയർത്തെഴുന്നേൽക്കുമെന്ന് ബ്രിട്ടീഷുകാർക്ക് അറിയാവുന്നത് കൊണ്ട് മൃഗങ്ങളെ മറവ് ചെയ്യുക കൂടി ചെയ്യുന്ന ഒരു കല്ലുവെട്ട് കുഴിയിലാണ് ഇവരെ ആദ്യം മറവ് ചെയ്തത് എന്നാണ് താരീഖിലുള്ളത്. പിന്നീട് അപ്പോൾ ഇങ്ങനെ ഉണ്ടായ സമയത്ത് മമ്പറത്ത് തങ്ങൾ എത്തിയെന്നിട്ട് വീണ്ടും അഭിപ്രായം ചോദിച്ചു. അപ്പോൾ മമ്പറത്ത് തങ്ങൾ രാത്രിയിൽ അവരവിടെ നിന്നെടുത്ത് ഈ പള്ളിയുടെ പരിസരത്ത് മറവ് ചെയ്യണമെന്ന് നിർദ്ദേശിച്ചു. ആദ്യമൊക്കെ ചെന്ന സമയത്ത് യുദ്ധത്തിന് നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഉണ്ടായ സമയത്ത് മമ്പുറത്ത് തങ്ങൾ വാപ്പ അതെന്തായാലും മയ്യത്ത് അവിടെ നിന്ന് എടുത്തിട്ട് വേറെ കൊണ്ടുപോയി മറവ് ചെയ്യണം. 2000 ആളുകളാണ് അന്ന് ആ ഓപ്പറേഷനിൽ പങ്കെടുത്തത് എന്നാണ്. രാത്രിയിൽ ബ്രിട്ടീഷുകാർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ നിർവാഹമുണ്ടായിരുന്നില്ല. 2000 ആളുകൾ പങ്കെടുത്തുകൊണ്ടാണ് ശുഹദാക്കന്മാരെ അവിടുന്ന് എടുത്തിട്ട് ഒരേ ഖബറിലാണ് എല്ലാവരെയും മറവ് ചെയ്യുകയും ഒറ്റ മീസാൻ കല്ലാണ് സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ളത് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്. അങ്ങനെ ഈ പള്ളിയുടെ പരിസരത്ത് അവരെ കൊണ്ടുവന്ന് മറവ് ചെയ്തു. അവരുടെ ശത്രുക്കളുടെ വശത്ത് നിന്ന് 2 ആളുകളായിരുന്നു മരണപ്പെട്ടത്. ആ 2 ആളുകളെ ബ്രിട്ടീഷുകാർ തന്നെ കൊണ്ടുപോയിട്ട് അവർ തന്നെ മറവ് ചെയ്യുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഈ മയ്യത്ത് അവർ ഈ കല്ലുവെട്ട് കുഴിയിൽ മറവ് ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് അവിടെ വെക്കാനുള്ള തീരുമാനം അല്ല ഉള്ളത്. കുറച്ചാൽ അവിടെ വെക്കുക, കാവൽ നിൽക്കുക, എല്ലാവരും പിന്തിരിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകാൻ തീരുമാനം ഉണ്ടായിരുന്നു. അതിൻ്റെ മുമ്പ് തന്നെ മുസ്ലിങ്ങൾ അത് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഈ പള്ളിയുടെ പരിസരത്ത് മറവ് ചെയ്യുക കൂടി ചെയ്തു. അങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ച് മറവ് ചെയ്യുക. രാത്രിയാണ് ചെയ്യുന്നത്, നേരം വെക്കുമ്പോഴതിന് കയ്യും വേണം. അങ്ങനെ ഒന്നിച്ച് മറവ് ചെയ്യുകയും ഒറ്റ മീസാൻ കല്ല് സ്ഥാപിക്കുകയും ചെയ്തിട്ട് അവർ ഈ പള്ളിയുടെ പരിസരത്ത് എത്തിച്ചേർന്നു. അവർ ഈ പള്ളിയുടെ പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുകയാണ്. അപ്പം നമ്മളിങ്ങനെ രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് ശുഹദാക്കളുടെ താരീഖാണ്. ഇനി അനുസ്മരണത്തിലെ മൂന്നാമത്തെ ഒരു ഭാഗം ഇതിലെ ഗുണപാഠങ്ങളാണ്. ഗുണപാഠം എന്ന് പറഞ്ഞത് പഴമക്കാരും പുതിയ നമ്മളെ തലമുറയും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം. മനുഷ്യൻ്റെ ധൈര്യം ഇല്ലാതെയാക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് ഹുബ്ബുദ് ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്. 2 കാര്യങ്ങളാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങൾ. ഒന്ന് ഹുബ്ബുദ് ദുനിയ, ദുനിയാവിനോടുള്ള സ്നേഹവും, കറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള വെറുപ്പും പിടികൂടിയാൽ മനുഷ്യൻ്റെ എല്ലാ ധൈര്യവും ചോർന്നു പോകും. നമുക്ക് ധൈര്യക്കുറവ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ല, ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ 2 എണ്ണമാണ്. ഓൽക്ക് ധൈര്യം ഉണ്ടായതിൻ്റെ കാരണം ഈ 2 എണ്ണം ഇല്ല എന്നുള്ളതാണ്. ഒന്ന്, ദുന്യാവിനോട് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല. ഈ ദുന്യാവ് ഇല്ലാതിരിക്കലും ദുന്യാവിനോട് ആഗ്രഹം ഇല്ലാതിരിക്കലും 2ആണ് കേട്ടോ. ദുന്യാവ് ഉണ്ടാകുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പം മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു വലിയ പൈസക്കാരനായിരുന്നല്ലോ. 1000 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഷേഖ് ജീലാനി റളിയല്ലാഹു അൻഹു ജീവിക്കുന്നത്. അക്കാലത്ത് മഹാനവറുകൾക്ക് സ്വന്തമായി കപ്പലുണ്ടായിരുന്നു. 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വന്തമായിട്ട് കപ്പലുള്ള വലിയ പൈസക്കാരനാണ്, വലിയ ബിസിനസ്സുകാരനാണ്. പൈസക്കല്ല കുഴപ്പം, പൈസയുമായി ബന്ധപ്പെട്ട കൽബിനാണ് പ്രശ്നം. മുൻഗാമികൾക്ക് പൈസ ഉണ്ടായിരുന്നില്ല എന്നല്ല, പൈസ അന്നത്തെ സാഹചര്യത്തിനനുസരിച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇല്ലാത്തവരുണ്ട്, ഉള്ളവരുണ്ട്.
അന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് സമ്പന്നരുണ്ട്, സാധാരണക്കാരുണ്ട്, പാവങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും പാവങ്ങളാവുമ്പോൾ അതിലെ സമ്പന്നൻ എന്ന് പറഞ്ഞാൽ ചെറിയ തോതിലുള്ള വർധനവാണ് ഉണ്ടായിരിക്കുക. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സമ്പന്നരൊക്കെ അക്കാലത്ത് അതിൻ്റെ അവിടെ നിന്ന് രേഷം കണ്ടിരിക്കാനാണ് സംഘാടകർ പറയുന്നത്. ഒന്നും കണ്ട് രേഷമിൻ്റെ അടുത്തേക്ക് ഇരുന്നാൽ ഞാനൊന്നും നേരമില്ല എന്നാലും കൂടിയിട്ട്. അപ്പോൾ പിന്നെ രണ്ട് പ്രധാനപ്പെട്ട ഗുണപാഠങ്ങൾ ഈ വിഷയത്തിൽ നിന്ന് പഠിക്കാം. ഒന്ന്, ഇവർ വലിയ ധൈര്യവാന്മാരായിരുന്നതിൻ്റെ കാരണം ഒന്ന് ഹുബ്ബു ദുനിയ എന്ന് പറയുന്ന സാധനം ഇല്ല എന്നുള്ളതാണ്. ദുനിയാവില്ല എന്നല്ല കേട്ടോ, പൈസ ഇല്ല, സമ്പത്തില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. സമ്പത്തിനോട് ഇലാഖത്തുൽ ഖൽബ്, ഹൃദയത്തിൻ്റെ ബന്ധമില്ല. പൈസ ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സാഹിദീങ്ങളുടെ നേതാവാണല്ലോ. ഉസ്മാൻ റളിയല്ലാഹു പൈസ ഇല്ലാത്ത ആളൊന്നും അല്ലല്ലോ. യുദ്ധത്തിന് പോകാൻ വേണ്ടി വയലറിഞ്ഞപ്പോൾ മഹാനവറുകൾ എഴുന്നേറ്റ് പറഞ്ഞത് 100 ഒട്ടകവും ആ ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാനാണ് കൊടുത്തോളാന്നാണ്. 100 ഒട്ടകം എന്നൊക്കെ അന്ന് പറഞ്ഞാൽ അന്നത്തെ വലിയ സംഖ്യയാണ് 100 ഒട്ടകം. 1 കോടി റുപ്യ ഞാനാണ്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ അവിടേക്ക് എത്തുമോ തോന്നിയില്ല എനിക്ക്. 1 കോടി റുപ്യാണ് തരാന്നൊക്കെ പറഞ്ഞാൽ അവിടേക്ക് എത്തൂല എന്നാണ് തോന്നുന്നത്. അതിനേക്കാളും വലിയ വർത്താനാണ് 100 ഒട്ടകവും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ തരാം എന്ന് പറഞ്ഞത്. പൈസ ഇല്ലായി അല്ല, പൈസയുമായി ബന്ധപ്പെടുന്ന ഖൽബില്ല എന്നതാണ് സംഗതി.